രാവിലെ തന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീറ്റയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ എന്നോട് പറയുക, ചേച്ചി ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങണോ. നേരെ പുറത്തിറക്കിയിരുന്നു. നിർത്തിയപ്പോഴത്തേക്കും എന്താ മഹാഗണിയിൽ നിന്ന് ഓരോ ചില്ലകളൊക്കെ ഒടിഞ്ഞൊടിച്ച് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായ ഒരു വലിയ കാറ്റ്. റോക്കിയും കൂട്ടരുമല്ല ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇതെന്താപ്പം ഇങ്ങനെ ഒരു കാറ്റ്. കോഴികളെല്ലാം പകച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ കാറ്റ് കണ്ടിട്ട്. ഞാൻ എന്തായാലും ഇത് എന്താണെന്ന് നോക്കാമെന്നും പറഞ്ഞ് ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടല്ല വീശി അടിക്കുന്ന കാറ്റ്. എന്തായാലും ടെറസിൻ്റെ മണ്ടയിൽ കയറിയതില്ലേ, നമ്മുടെ ചെടികളൊക്കെ നോക്കിയിട്ട് 2 ദിവസമായല്ലോ എന്ന് കരുതി ഞാൻ റോക്കിയും കൂടെ മുകളിൽ കയറി ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിച്ചപ്പോഴത്തേക്കും പുതിന കുഴപ്പമൊന്നുമില്ല നിൽപ്പുണ്ട്. പുതിനയിലാണ് കേട്ടോ ഇത്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഒരുമാതിരി നിൽക്കുന്നു. 2 ദിവസമായി വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ കയറി ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ മുക്കി എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ കാറ്റ് എന്തായാലും ഡിസംബർ മാസത്തിലാണ് ഞാൻ കൂടുതലും കണ്ടുള്ളത്. പക്ഷേ ഈ ഡിസംബറിൽ ഇങ്ങനെയുള്ള കാറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാട്ടെ ഭയങ്കരമായ ഒരു വലിയ കാറ്റ് തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോക്കി ആ തക്കത്തിന് മുകളിൽ കയറി ഏതോ പൂച്ചയെടുത്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെന്തായാലും കുറച്ച് കറ്റാർവാഴയൊക്കെ വെച്ചിട്ടുണ്ട്, അതിനൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ, എല്ലാം ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു ചെടികൾ. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ ടാങ്കൊക്കെ അടച്ചിട്ട് താഴോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ റോക്കിക്കുട്ടൻ താഴെ ആരെയോ വീക്ഷിക്കുക.